നമ്മൾ എന്താ പറയുക, സമദൂര സിദ്ധാന്തം മൊത്തത്തിൽ അടവ് നയാണ്. അത് തിരിച്ചും മറിച്ചും അടവുണ്ടാവും. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർത്തും 75% പ്രാദേശികമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ 25% പൊളിറ്റിക്സ് ഉള്ളൂ. അപ്പോൾ നമ്മൾ ചില വാർഡുകളിൽ ആരാണോ നമ്മളെ പിന്തുണക്കുന്നത്, 2 വാർഡിൽ നമുക്ക് ഒരു പഞ്ചായത്തിൽ പിന്തുണ നൽകുകയാണെങ്കിൽ മറ്റു രണ്ട് വാർഡിൽ ആ പിന്തുണ തന്ന ആ കക്ഷികൾക്ക് തിരിച്ചു നമ്മൾ പിന്തുണ കൊടുക്കാൻ എന്താ പ്രയാസം? നമ്മൾ വർഗീയ കക്ഷികളുമായി ഒഴികെയുള്ള എല്ലാ ജനാധിപത്യ സാമൂഹിക സാംസ്കാരിക പ്രാദേശിക സംഘടനകൾ, ഇപ്പോൾ ഈ പറയുന്ന റെസിഡന്റ് അസോസിയേഷനുകൾ, ക്ലബ്ബുകൾ, പെയിൻ ആൻഡ് പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആരുമായും ജനങ്ങളുടെ പൊതുവിഷയത്തിൽ ഇടപെടുന്ന ആരുമായിട്ടും നമ്മൾ ഇടപെടും. ഇനിയിപ്പോൾ ഒരു പഞ്ചായത്തിൽ തന്നെ 2 വാർഡിൽ UDF നമുക്ക് പിന്തുണ തന്നാൽ 2 വാർഡിൽ അവർക്കും പിന്തുണ കൊടുക്കും. ആ പഞ്ചായത്തിൽ തന്നെ LDF 2 വാർഡിൽ നമുക്ക് പിന്തുണ തന്നാൽ ആ 2 വാർഡിൽ LDFന് പിന്തുണ കൊടുക്കും. അല്ല, പിണറായിസും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിട്ട് ഒരു ബന്ധമില്ല, അതിലേക്ക് നിങ്ങൾ വരണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത്, അതൊക്കെ വിട്ടേക്ക്. ഇവിടെ 75% ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. പിണറായിസ് നിയമസഭയാണ്, ആ ഏറ്റുമുട്ടൽ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ കേരളത്തിൽ വളരെ പച്ചയായി പറയാം, അതിൽ ഓപ്പണായിട്ടാണ് ആ കാര്യങ്ങൾ പറയുന്നത്. ആ തീരുമാനം ഇപ്പൊ പ്രഖ്യാപിക്കുകയല്ല, വെള്ളിയാഴ്ച ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയിട്ട് തീരുമാനമായാൽ അങ്ങനെയാണ് ആലോചന നടക്കുന്നത്. സമദൂരം അടവ് ഈ 22,000 ചില്ലാനം വാർഡുകളിലും പരമാവധി ആളുകളെ മത്സരിപ്പിച്ച് നമ്മളെന്താ പറയുക, ഒരു ബഹുജന അടിത്തറ കേരളത്തിലുണ്ടാക്കും. ആ സമയത്ത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ദേശീയ നേതാക്കളെ കൊണ്ടുവന്ന് വലിയൊരു മഹാസമ്മേളനം ഞങ്ങൾ നടത്താൻ ആലോചിക്കുന്നുണ്ട്. ആ രീതിയിൽ ഞങ്ങളൊരു പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഈ 5 മാസത്തിനുള്ളിൽ കേരളത്തിൽ നടത്തും.